Welcome to Optics paper, semester 6, paper 3, 34th lecture, classical optics, polarization, Nicol prism. Today's topic is Nicol prism. Nicol prism is a lengthy topic. It's an important essay. So we divide it into two classes and discuss. Nicol prism. It is a bit lengthy, so we can divide it into two classes. Otherwise, it will exceed 40 minutes or more. So we cut this essay into two classes. We discuss Nicol prism. What's a Nicol prism? So the first sentence is, Nicol prism is an ingenious optical device for producing and detecting plane polarized light or any polarized light. Nicol prism is an ingenious optical device for producing and analyzing plane polarized light. അപ്പോൾ Nicol prism എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ മറ്റ് ലൈറ്റുകളുണ്ട്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്, സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കാനും അത് കണ്ടുപിടിക്കാനും അത് വിശകലനം ചെയ്യാനും ഉള്ള ഒരു ഇൻജീനിയസ്, സ്കിൽഫുൾ, അസാമാന്യ ബുദ്ധി വേണ്ട ഒരു കണ്ടുപിടുത്തമാണ് ഈ Nicol prism എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കാൻ പല മാർഗമുണ്ട്. ആദ്യം നമ്മൾ ടൂർമാലിൻ പിടിച്ചു, പിന്നെ നമ്മൾ പൈലോപ്ലേറ്റ്സ് ബൈ ബ്രൂസ്റ്റേഴ്സിലോ പൈലോപ്ലേറ്റ്സ് പഠിച്ചു. ഇനി പഠിക്കുന്ന Nicol prism. ഇപ്പം Nicol prism ശരിക്കും ഡബിൾ ഫ്രാക്ഷനാണ്. അപ്പോൾ ഡബിൾ ഫ്രാക്ഷൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, Nicol prism എന്ന് പറഞ്ഞാൽ മതി. So there are different methods to produce polarized light. The first method we have studied. The method is the tourmaline crystal method. The second method is by using a pyloplex which works on Brewster's law. And the third one is a Nicol prism in which a double refraction is applied. So Nicol prism is an ingenious invention by William Nicol to produce and analyze polarized light. It has been first designed by William Nicol in the year 1858. 1858 ഈ പ്രിസം അദ്ദേഹം ഡിഫൈൻ ചെയ്തത്, വില്യം നിക്കോൾ. അപ്പോൾ നോക്കുക, ഇത് പിന്നെ 1858 കേട്ടോ, 1858, 170-60 കൊല്ലം മുമ്പുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ ഉള്ള ഒരു ഇൻവെൻഷൻ എന്ന് ഓർക്കുക. യു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡിവൈസ്. അപ്പോൾ അതിൻ്റെ ഈ എസ്സേ നമ്മൾ ആരംഭിക്കുന്നത് 4 ഹെഡിങ്ങിലാണ്. 4 ഹെഡിങ്. ഒന്നാമത്തെ ഹെഡിങ് ഡീമെറിറ്റ്സ് ഓഫ് പൈലോപ്ലേറ്റ്സ് ആൻഡ് ടൂർമാലിൻ. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് Nicol prism. മൂന്നാമത്തത് വർക്കിംഗ് ഓഫ് Nicol prism. നാലാമത്തത് ഈ അനലൈസർ, Nicol prism ആസ് ആൻ അനലൈസർ എന്നുള്ള ഒരു ഹെഡിങ്ങാണ്. വി സ്റ്റഡി Nicol prism under 4 headings. The first one is demerits of pyloplex and tourmaline. The second one is construction of Nicol prism. The third one is action of Nicol prism. And the fourth is Nicol prism as an analyzer, or we say parallel and crossed Nicols. ഇപ്പോൾ Nicol prism നമ്മൾ 4 ഹെഡിങ്ങിൽ പഠിക്കും. ഒന്നാമത്തെ ഡീമെറിറ്റ്സ് ഓഫ് പൈലോപ്ലെക്സ് ആൻഡ് ടൂർമാലിൻ. അപ്പോൾ ഈ 4 ഹെഡിങ്ങും പ്രത്യേക ഷോർട്ട് ആൻസറാണ്. പെസ അല്ലെങ്കിൽ ഇതിൽ ഏത് പാർട്ട് വേണമെങ്കിലും ഷോർട്ട് ആൻസറാണ്. ആക്ഷൻ ഓഫ് Nicol prism നമ്പർ ഓഫ് ടൈംസ് ഷോർട്ട് ആൻസർ ആയിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് Nicol prism. അപ്പോൾ എന്താണ് ഈ Nicol prism കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാന സംഗതി? ഈ പൈലോപ്ലേറ്റിൻ്റെയും ടൂർമാലിൻ്റെയും ഡീമെറിറ്റാണ്. നമുക്കറിയാമല്ലോ, പൈലോപ്ലേറ്റ്സ് പിന്നെ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടൂർമാലിൻ അത് തന്നെ. നമ്മൾ തുടക്കം തന്നെ ടൂർമാലിനാണ് തുടങ്ങിയത്. പക്ഷേ ഈ ടൂർമാലിൻ കൊണ്ടും പൈലോപ്ലേറ്റ്സ് കൊണ്ടും പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ചില കുഴപ്പങ്ങളുണ്ട്. എന്തൊക്കെയാണ് കുഴപ്പം നമുക്ക് നോക്കാം. A beam, not D beam. A beam of a plane polarized light can be produced by using the pyloplex or using tourmaline crystal. With the pyloplex arrangement, only a feeble FWBLE, only a feeble beam of plane polarized light can be produced, even if a large number of
ഈവൻ ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ഗ്ലാസ് പ്ലേറ്റ്സ് ആർ യൂസ്ഡ്. അതായത് നമ്മൾ വളരെയധികം ഗ്ലാസ് പ്ലേറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ സാമാന്യം ഒരു സ്ട്രെങ്തുള്ള ഇൻറ്റൻസിറ്റി ഉള്ള പോളറൈസ്ഡ് കിട്ടുകയുള്ളൂ. ഒരു പ്ലേറ്റ് കൊണ്ട് നമുക്ക് പോളറൈസ്ഡ് നിർമ്മിക്കുക പ്രയാസമാണ്. ഇപ്പോൾ കൂടുതൽ പ്ലേറ്റ് ഉപയോഗിച്ചാലും വളരെ ശക്തമായ പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കുക പ്രയാസമാണ്. ഇത് ടൂർമാലിൻ ഈസ് എ ഡബ്ല്യു ഫ്ലാറ്റിംഗ് ക്രിസ്റ്റൽ. ടൂർമാലിൻ ഡബ്ല്യു ഫ്ലാറ്റിംഗ് ക്രിസ്റ്റലാണ്. ഇറ്റ് അബ്സോർബ്സ് ഓറെ കംപ്ലീറ്റ്ലി. ഇൻ അഡീഷൻ ഇറ്റ് അബ്സോർബ്സ് എ പാർട്ട് ഓഫ് ഈറെ. ഇപ്പോൾ ടൂർമാലിൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഫ്ലാറ്റിംഗ് ആണ്. ഡബ്ല്യു ഫ്ലാറ്റിംഗ് ആകുമ്പോൾ അതിൽ ഓറയും ഈറയും ഉണ്ടാകുമല്ലോ. ഓറയും ഈറയും സെപ്പറേറ്റ്ലി പോളറൈസ്ഡ് ആണ് നമ്മൾ പഠിച്ചതാണ്. ടൂർമാലിൻ എന്ത് ചെയ്യുന്നറിയാവോ? ഓറെ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്തിട്ട് ഈറെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഓറെ പൂർണ്ണമായിട്ടും ആ പുറത്തേക്ക് വരേണ്ട നമുക്ക് കിട്ടേണ്ട ഈറയുടെ കുറച്ച് അബ്സോർബ് ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് പോളറൈസ്ഡ് ലൈറ്റേ പുറത്തേക്ക് വരുള്ളൂ. ആ ഓറെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈറയെ ട്രാൻസ്മിറ്റ് ചെയ്താൽ നമുക്ക് നല്ല സാമാന്യം ശക്തിയുള്ള ബീം കിട്ടും. പക്ഷേ ടൂർമാലിൻ ഓറെ പൂർണ്ണമായിട്ടും ഈറയുടെ പാർട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നത് ഫീബിളായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ടൂർമാലിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വിളിക്കുന്നത് ഡൈക്രോയിസം എന്ന് പറയും. അത് നമ്മൾ സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നുണ്ട് അവസാനം. വാട്ട് ഈസ് ഡൈക്രോയിസം? Dichroism is a property in which a double flatic crystal absorbs or a completely and a part of Ure, or it is the property in which a dichroic crystal absorbs one component of the light and transmits the other. That is dichroism. Such crystals are called dichroic crystals. The property is called dichroism. Dichroism is the property in which the crystal absorbs one of the components of the ray, probably O ray, and it transmits E ray. ടൂർമാലിൻ ഡൈക്രോയിക് ആണെന്ന് മാത്രമല്ല, അത് ഓറെ കംപ്ലീറ്റ് ആയിട്ട് അബ്സർവ് ചെയ്യും, പിന്നെ പാർട്ട് ഈറൈ അബ്സർവ് ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതൊരു എഫക്റ്റാണ്. അപ്പോൾ ശക്തമായ ബീം നമുക്ക് ഈ പൈലോ പ്ലേറ്റ് കൊണ്ടോ ടൂർമാലിൻ കൊണ്ടോ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ശക്തമായ ബീം നിർമ്മിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നിക്കോൾ പ്രിസം ഡിസൈൻ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ വില്യം നിക്കോൾ പ്രിസം ഡിസൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ പൈലോ പ്ലേറ്റിൻ്റെ ഈ ടൂർമാലിൻ്റെ കുഴപ്പമാണ്. ഇനിയുണ്ട് കുഴപ്പം. ഇൻ അഡീഷൻ ഇറ്റ് അബ്സോർബ്സ് പാർട്ട് ഓഫ് ഈറെ. സോ ദി intensity of the emergent light is considerably reduced. വളരെ കുറയും. Besides this, the emergent light is found to be colored. അതൊരു കുഴപ്പമാണ്. ഈ ടൂർമാലിൽ നിന്നൊക്കെ ലൈറ്റ് പുറത്തേക്ക് വരുമ്പോഴേ കുറേ അബ്സോർവ് ചെയ്ത് പോയി. മാത്രമല്ല കളേഡുമായിരിക്കും. കാരണം ഈ ടൂർമാലിനൊക്കെ പ്രിസം പോലെ പ്രവർത്തിക്കും. പൈലോ പ്ലേറ്റൊക്കെ ചെറിയ പ്രിസം അടുക്കായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ പ്രിസത്തിനകത്തുകൂടി ലൈറ്റ് കടത്തി വിട്ടാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഡിസ്പേഴ്സൺ ഉണ്ടാകില്ല, ഡിസ്പേഴ്സൺ ഉണ്ടാകും. ആ ഡിസ്പേഴ്സൺ മൂലം നമുക്ക് കിട്ടുന്ന പോളറൈസ്ഡ് ലൈറ്റ് കളേഡുമായിരിക്കും. അപ്പോൾ ഇത്തരം ഡിഫക്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് ഈ നിക്കോൾ പ്രിസം ഡിസൈൻ ചെയ്യാൻ കാരണമായത്. അപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് പൈലോ പ്രിസം ടൂർമാലിൻ? ഈ കാണുന്ന പാരഗ്രാഫ് നമ്മൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ നിക്കോൾ പ്രിസം എങ്ങനെ നിർമ്മിക്കുന്നുള്ള. അപ്പോൾ അത് ഞാനൊരു സിമ്പിൾ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പടം നിങ്ങൾ വരച്ച് പഠിക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്യുന്ന കേസ് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരച്ചിട്ടില്ല. കട്ട് ചെയ്ത് കിട്ടിയ ക്രിസ്റ്റലാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് വരച്ച് പഠിക്കുക. ഇത് അതൊക്കെ വരക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കട്ട് ചെയ്ത് വരക്കുന്ന അതിലും പാടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സിമ്പിൾ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടും നിക്കോൾ പ്രിസത്തിൻ്റെ ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. ആദ്യത്തതിൻ്റെ നിർമ്മാണം, രണ്ടാമത്തതിൻ്റെ സെക്ഷനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിക്കോൾ പ്രിസം നോക്കിയാൽ അത് ഒരു റോംബോഹിഡ്രൽ ഷേപ്പ് എന്ന് പറയും. ഈ താഴെ മൂന്ന് അറ്റങ്ങൾ പിന്നെ റോംബസുകളാണ്, ചുറ്റിനും റോംബസുകളാണ്. അപ്പോൾ ആ ക്രിസ്റ്റലിൽ നമുക്ക് ABCDEFGH എന്നൊക്കെ പറയാം. ABCDEFGH അങ്ങനെ 8 കോർണേഴ്സ് ഉള്ള ഒരു കാൽസൈറ്റ് ക്രിസ്റ്റലാണ് ഈ നിക്കോൾ. അപ്പോൾ ആ നിക്കോൾ ഒന്ന് വായിച്ച് കേട്ടിട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയെന്ന് പറയാം.
ന്യൂക്ലിയർ പ്രിസം. പടം ആദ്യം പറയണം കേട്ടോ. മുകളിൽ ഒരു ഒരു റോംബസ്, താഴെ ഒരു റോംബസ്, എന്നിട്ട് യോജിപ്പിക്കണം. AG 2 കോർണറുണ്ട്, 2 ഓപ്പോസിറ്റ് കോർണറുണ്ട്. AG നിങ്ങൾ കാണാൻ നോക്കോ, AG അവരുടെ പ്രത്യേകം മാർക്ക് ചെയ്യണം. മുകളിൽ നമ്മൾ ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെ EFGH എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയും ജിയും പ്രത്യേകം കാണുക. രണ്ടാമത്തെ പടത്തിൽ എയും ജിയും നമ്മൾ താഴെ മൂലമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ C, താഴെ E ആണ്. ഇടയ്ക്കൊരു ഡയഗണൽ പോലെ വരച്ചിട്ട്, അല്ലെങ്കിൽ ബൈസെക്ടർ പോലെ വരച്ചിട്ട് അവിടെ നമ്മൾ കാനഡ ബാർസൺ ലെയറാണ് ഇരിക്കുന്നത്. കാനഡ ബാർസൺ ലെയർ. നിങ്ങൾക്ക് സ്പെല്ലിങ് അറിഞ്ഞുകൂടെങ്കിൽ ഇവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. കാനഡ ബാർസൺ, CANADA BALSAM, കാനഡ ബാർസൺ ലെയറിനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നോക്കുക, the nuclear prism is made from calcite crystal which possess the property of double refraction. ഇതാണല്ലോ ന്യൂക്ലിയർ പ്രിസം നിർമ്മിക്കുന്നത് കാൽസൈറ്റിൽ നിന്നാണ്. കാൽസൈറ്റ് ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റലാണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് eliminates the ORA by total internal reflection and only. അപ്പോൾ ORA ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും. And transmits only the E-ray, or E-ray is allowed to emerge out of the prism. പ്രിസത്തിൽ നിന്ന് E-ray മാത്രം പുറത്തേക്ക് വരാൻ അനുവദിക്കും. A natural occurring rhombohedral, ഹീഡ്രൽ എന്ന് ചെയ്യാൻ മതി. ഇവിടെ ഹീഡ്രൽ ആയിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. റോംബോഹീഡ്രൽ RHOMBOHEDRON, റോംബോഹീഡ്രൽ. റോംബോഹീഡ്രൽ എന്ന് എഴുതാൻ കുറച്ചുകൂടി കറക്റ്റ്. റോംബോഹീഡ്രൽ ഷേപ്പാണ് റോംബോഹീഡ്രൽ. Rhombohedron calcite crystal whose length is 3 times width is taken. In this crystal, the end faces make angles 71 degree each at C and with the length of the crystal. The end faces are grounded in such a way that the above angles are reduced to 60 degree and 60 degree each. That ABCDFGH represent the new crystal with blunt corners A and G. Blunt corners are the corners of the crystal bounded by obtuse angles. അപ്പോൾ അതിൻ്റെ നിർമ്മാണം പറഞ്ഞിരിക്കുന്നത്. നോക്കി, നിർമ്മാണം എങ്ങനെ വെച്ചാൽ നമ്മൾ കാൽസൈറ്റ് ക്രിസ്റ്റൽ എടുക്കണം. കാൽസ്യം കാർബണേറ്റ് നാച്ചുറൽ ഓക്കറിംഗ് ക്രിസ്റ്റലാണ്. ഇതിന് ഐസലൻഡ് സ്പാർ എന്നൊക്കെ വിളിക്കും. ഐസലൻഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു തരം പാറയാണ് ഐസലൻഡ് സ്പാർ. ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലാണ്, ഡബിൾ റിഫ്രാക്റ്റിംഗ് ആണ്. കാൽസൈറ്റ് CaCO3 കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലാണ്. ചുണ്ണാമ്പ് കല്ലെന്ന് പറയും, ട്രാൻസ്പെറൻ്റ് ആണ്. ആ ക്രിസ്റ്റൽ അതിൻ്റെ ലെങ്ത് 3 times വിഡ്ത്ത് എടുക്കണം. നീളം അതിൻ്റെ വണ്ണത്തേക്കാൾ 3 മടങ്ങ് വേണം. ആ ക്രിസ്റ്റലിന് 8 കോർണേഴ്സ് നമുക്കറിയാം. 8 കോർണേഴ്സ്. റോംബോഹീഡ്രലാണ് ഷേപ്പ്, അറിയാൻ പാടില്ല. ടെട്രാഹീഡ്രൽ ആണെങ്കിൽ ഓരോ സൈഡും ട്രയാങ്കിൾ ആയിരിക്കും. റോംബോഹീഡ്രൽ ആണെങ്കിൽ ഓരോ സൈഡും റോംബസ് ആയിരിക്കും. അങ്ങനെ റോംബസ് ആയിട്ടുള്ള റോംബോഹീഡ്രൽ ക്രിസ്റ്റൽ എടുക്കണം. 8 കോർണേഴ്സ് ഉണ്ട്. 2 കോർണർ എയും ജിയും ഒഴിച്ച് ബാക്കി 6 കോർണറും ഒപ്റ്റിക്സ് ആംഗിളും അക്യൂട്ട് ആംഗിളും കൊണ്ട് ബൗണ്ട് ചെയ്തതാണ്. അക്യൂട്ട് ആംഗിളിൻ്റെ വില 71 ഡിഗ്രിയാണ്. അക്യൂട്ട് ആംഗിൾ വില 2 കോർണർ ഒഴിച്ച് എയും ഒഴിച്ച് ബാക്കിയെല്ലാം അക്യൂട്ട് ആംഗിളും ഒപ്റ്റ്യൂസ് ആംഗിളും കൊണ്ട് ബൗണ്ട് ചെയ്തതാണ്. ഈ അക്യൂട്ട് ആംഗിളിൻ്റെ വില 71 ഡിഗ്രിയാണ്. അത് ഉരച്ച്, ആ ക്രിസ്റ്റൽ ഉരച്ച് നമ്മൾ ആ ആംഗിൾ 68 ആക്കി എടുക്കും. അങ്ങനെ അക്യൂട്ട് ആംഗിൾ 68 ആക്കി എടുത്ത ഒരു റോംബോഹീഡ്രൽ കാൽസൈറ്റ് ക്രിസ്റ്റലാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അതിന് 2 കോർണേഴ്സ് ഉണ്ട്, എയും ജിയും.
ആ AG നോക്കുക, അത് ബ്ലൈൻഡ് കോർണേഴ്സാണ്. അപ്പോൾ ഒരു കോർണറിൽ 3 സൈഡാണ്, 3 കോണാണ് ഉള്ളത്. ആ ആംഗിൾ 3 ഒബ്റ്റ്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ള Aയും Gയെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് കോർണേഴ്സ്. ആ ബ്ലൈൻഡ് കോർണേഴ്സിലൂടെ ക്രിസ്റ്റലിനെ രണ്ടായിട്ട് ഭാഗിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ബ്ലൈൻഡ് കോർണേഴ്സിലൂടെ ഇതിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിന്, ആ ഓപ്പണിങ് സൈഡുള്ള മുകളിൽ അല്ലെങ്കിൽ താഴെ, അതിന് പെർപെൻഡിക്കുലറായിട്ട് AG എന്നൊരു പ്ലെയിനും കൊണ്ട് നമ്മളത് ഭാഗിക്കും, രണ്ടായിട്ട് ഭാഗിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നിന് വായിച്ച് കേൾപ്പിക്കുക. The Nicola prism is made from calcitic crystal which possess the property of double refraction. It is designed in such a way that it eliminates the aura by total internal reflection and only the E-ray is allowed to emerge out of the prism. A natural occurring rhombohedral rhombohedral calcite crystal whose length is 3 times width is taken. In this crystal, the end faces make angle 71 degrees each at C and D with the length of the crystal. The end face is grounded അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഗ്രൗണ്ടിന് പോലും ഗ്രൗണ്ടഡ് എന്നും പറയും. Grounded in such a way that the above angles are reduced to 68 degrees each. Let ABCDEFGH represent the new crystal with ബ്ലൈൻഡ് കോർണേഴ്സ് പരന്ന കോർണേഴ്സാണ്. ആ 2 കോർണേഴ്സിൽ ബൗണ്ട് ചെയ്യുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ദ ബ്ലൈൻഡ് കോർണേഴ്സ് ആർ the corners of the crystal bounded by obtuse angles. Obtuse angle കൊണ്ട് ബൗണ്ട് ചെയ്യുക. ബൗണ്ടഡ്. ഈ ബൗണ്ടഡ് ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ. നമുക്കിങ്ങനെ ഈ ഗ്രൗണ്ട് പോലെ തന്നെ ഗ്രൗണ്ട് ബൈൻഡ് ബൗണ്ട്. ഈ ബൗണ്ടറി പോലും ബൗണ്ടഡ് എന്നും പറയാറുണ്ട്. ബൈ ഒബ്റ്റ്യൂസ് ആംഗിൾസ്. ഇനിയാണ് മുറിക്കുന്ന കാര്യം പറഞ്ഞത്. ക്രിസ്റ്റലിൽ രണ്ടായിട്ട് നമ്മൾ AG കാണിച്ചല്ലേ, അതിലൂടെ മുറിക്കും. The crystal is then cut into 2 parts by a plane passing through A and G. അപ്പോൾ Aയിലും Gയിലും കൂടി പോകുന്ന ഒരു പ്ലെയിൻ കൊണ്ട് ക്രിസ്റ്റലിനെ കട്ട് ചെയ്യും. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ല ഫ്രണ്ട് സൈഡ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്നത്. AG റെപ്രസെന്റ് സച്ച് എ പ്ലെയിൻ. AG ആണ് അത്ര ഒരു പ്ലെയിൻ. ദ കട്ട് ഫേസ് ആർ വെൽ പോളിഷ്ഡ് ആൻഡ് സിമെന്റഡ്. സിമെന്റഡ് കൂട്ടിച്ചേർക്കും. സിമെന്റഡ് ടുഗദർ വിത്ത് തിൻ ലെയർ ഓഫ് കാനഡ ബാൾസം. അപ്പോൾ അവിടെ നമ്മൾ ആ ഡയഗണലിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് കാനഡ ബാൾസം ആണ്. സ്പെല്ലിംഗ് നോക്കൂ. CANADABALSAM. കാനഡ ബാൾസം. എന്താണ് കാനഡ ബാൾസം? Canada balsam is a transparent material. The refractive of Canada balsam lies in between the refractive indices of calcite for the O and E ray. The sides of the prism are coated with lamp black. While end face are exposed. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലിനെ ആ പടത്തിലേക്ക് ഒന്നുകൂടി പോവാം. ഇതാണ് ആ പടം, രണ്ടാമത്തെ പടം. ക്രിസ്റ്റലിനെ എയിലെയും ജിയിലൂടെയും ഉള്ള ഒരു പ്ലെയിനിൽ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കും. എന്നിട്ട് ഈ 2 ഹാഫിനെ നമ്മൾ കൂട്ടിച്ചേർക്കും, സിമെൻറ്റ് ചെയ്യും. സിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു കാനഡ ബാൾസം എന്ന് പറയുന്ന വസ്തുവാണ്. അതും ട്രാൻസ്പെറൻറ്റ് വസ്തുവാണ്. കാനഡ ബാൾസം ഡബിൾ റിഫ്രാക്റ്റിംഗ് അല്ല, കാൽസൈറ്റാണ് ഡബിൾ റിഫ്രാക്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ കാനഡ ബാൾസം ലെയർ അവിടെ വെച്ചിട്ട് ഈ 2 ഹാഫ് യോജിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ സൈഡ് ചുറ്റും നമ്മൾ ലാംബ്ലാക്ക് ചെയ്യും. എന്നിട്ടൊരു പേപ്പറിനകത്ത് കവർ ചെയ്തെടുക്കാം. എൻഡ് ഫേസ്, താഴെ മുകളിലുള്ള ഫേസുകൾ
അതിനെ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയും. അത് എക്സ്പോസ് ചെയ്ത് നിർത്തും, തുറന്നു വെക്കും. അപ്പോൾ ഒരു സൈഡിൽ കൂടി ഇപ്പോൾ താഴത്തെ സൈഡിൽ കൂടി ലൈറ്റ് മേപ്പോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് വന്നിട്ട് പോരുമ്പോൾ നമുക്ക് പോളറൈസ്ഡ് കിട്ടും. അതാണ് ആക്ഷൻ പറയാൻ പോണത്. അപ്പോൾ ക്രിസ്റ്റൽ രണ്ടായിട്ട് മുറിച്ചിട്ട് കാനഡ ബാൾസം പുരട്ടി കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് സൈഡിൽ ലാംബ്ലാക്ക് പുരട്ടി ഒരു പേപ്പറിനകത്ത് റാപ്പ് ചെയ്തെടുക്കാം. എൻഡ് ഫേസസ് നമ്മൾ തുറന്നു വെച്ചിരിക്കും. ഇതാണ് നിക്കോൾ പ്രിസം. അപ്പോൾ 2 പോയിന്റ് ആയില്ലേ. നമ്മൾ ഡീമെറിറ്റ്, പൈലോപ്ലേറ്റ്, ടൂർമാലും പറഞ്ഞു. രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ നിക്കോൾ പ്രിസം പറഞ്ഞു. ഇനി നമുക്ക് ആക്ഷൻ, മൂന്നാമത്തെ പോയിന്റ് ആക്ഷൻ നിക്കോൾ പ്രിസം. അപ്പോൾ ആക്ഷൻ പഠിക്കാനായിട്ട് അതിൻ്റെ പടം ഒന്ന് കാണണം. ഇതാണ് ആക്ഷൻ. ആക്ഷൻ പഠിക്കുന്ന പടമാണ് ഈ വരച്ചിരിക്കുന്നത്. നിക്കോൾ പ്രിസം നമ്മൾ ഒരു ഹോറിസോണ്ടൽ മോഡൽ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ എയും ജി ബ്ലൈൻഡ് കോർണേഴ്സ്, സി രണ്ട് കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ പഠിക്കണം. എ ജി ആണ് കാനഡ ബാൾസം ലെയർ. ആക്ഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ 3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ കാൽസൈറ്റ് ഡബ്ല്യു റിഫ്രാക്റ്റിംഗ് ആണ്. കാൽസൈറ്റ് ക്രിസ്റ്റൽ ഡബ്ല്യു റിഫ്രാക്റ്റിംഗ് ആണ്. അപ്പോൾ ഓറയ്ക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ഈറയ്ക്ക് മറ്റൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് രണ്ടുമാണ് സൈഡ് എഴുതിയിരിക്കുന്നത്. അത് രണ്ടും പഠിച്ചാലേ എനിക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇക്ക് കാൽസൈറ്റ് കാണിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.486, ഓറയ്ക്ക് കാൽസൈറ്റ് കാണിക്കുന്നത് 1.658. എനിക്ക് വായിക്കാൻ പറ്റും തോന്നുകയാണ്. ഇടയ്ക്കൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട് 1.55. അത് കാനഡ ബാൾസം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. കാനഡ ബാൾസം ഡബിൾ റിഫ്രാക്റ്റിംഗ് അല്ലാത്തത് കൊണ്ട് ഒറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സേ ഉള്ളൂ, ഓറയ്ക്ക് ഈറയ്ക്ക്. പിന്നെ കാൽസൈറ്റിനാണ് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. ഈറയ്ക്ക് 1.486, പിന്നെ ഓറയ്ക്ക് 1.658 ആണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ പടം നോക്കാം. എ സി ഒരു പ്രിൻസിപ്പൽ പ്ലെയിനാണ്. അവിടേക്ക് ഒരു റേ വരികയാണ്, ഒ പി റേ വരികയാണ്. അവിടെ ഡോട്ടും ആരയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് രണ്ടായിട്ട് ഭാഗിക്കും. രണ്ടായിട്ട് ഭാഗിച്ച് ഒരു ഓറേയും ഈറേയും, ആ കുത്ത് കാണിച്ചിരിക്കുന്ന ഓറേ, ആര് കാണിക്കുന്നത് ഈറേ, രണ്ടും ഒരേ ഡയറക്ഷനാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. 2 റേയും സഞ്ചരിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിലും നമ്മളൊന്ന് ഭാഗിച്ച് കാണിച്ചിരിക്കുക. കാരണം ക്രിസ്റ്റൽ ഡബ്ല്യു റിഫ്രാക്റ്റിംഗ് ആണല്ലോ, നിങ്ങൾ സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ്. ഓറയുടെ കാര്യം എടുക്കൂ. ഓറ വന്ന് വീഴുന്നത്, കാൽസൈറ്റ് വന്ന് വീഴുന്നത് കാനഡ ബാൾസത്തിലാണ്. അപ്പോൾ കാൽസൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓറയ്ക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് 1.658, കാനഡ ബാൾസത്തിൽ 1.55. അപ്പോൾ ഓറ വീഴുന്നത് ഡെൻസർ ടു റെയർ മീഡിയത്തിലാണ്. കാൽസൈറ്റിൽ നിന്ന് കാനഡ ബാൾസിലേക്ക് ഓറ പതിക്കുന്നത് ഡെൻസർ ടു റെയർ മീഡിയ. അപ്പോൾ ഡെൻസർ ടു റെയർ മീഡിയം ഒരു റേ സഞ്ചരിച്ചാൽ അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. The condition for TIR, the condition for total internal reflection, the ray must travel from denser to rarer medium, and angle of incidence in the denser medium must be at a critical angle. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓറെ കാൽസൈറ്റിൽ നിന്ന് കാനഡ ബാൾസിലേക്ക് പതിക്കുമ്പോൾ ആ ഡെൻസർ ടു റെയർ സഞ്ചരിക്കുകയും ടോട്ടലി ആൻഡ് ഇന്ത്യൻ റിഫ്ലക്റ്റീവ് സൈഡിലേക്ക് പോവുകയും സൈഡിൽ ലാംബ്ലാക്ക് ഉണ്ട്, അത് അബ്സോർബ് ചെയ്ത് കളയും. ഇപ്പോൾ ഓറയ്ക്ക് എസ്കേപ്പ് ഇല്ല. പിന്നെ ഈറേ പോകുന്ന നോക്കി, ആര് കാണിക്കുന്ന ഈറേ കാൽസൈറ്റിൽ നിന്ന് കാനഡ ബാൾസിലേക്ക് വീഴുന്നത് റെയറർ ടു ഡെൻസറാണ്. കാരണം 1.486 നിന്നാണ് 1.5 വീഴുന്നത്. അപ്പോൾ റെയറർ ടു ഡെൻസറാണ്. അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള സാധ്യതയില്ല. ആ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, അത് പുറത്തേക്ക് വരും. അപ്പോൾ പുറത്തേക്ക് വരുന്ന റേ ആണ് നമ്മൾ ആരുമായിട്ട് കാണിച്ചിരിക്കുന്നത്, ഈ റേ. അങ്ങനെ പോളറൈസ് ലൈറ്റ് കിട്ടും. ഇതാണ് ആക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഓറയെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുന്നതാണ് നിക്കോൾ പ്രിസത്തിൻ്റെ പ്രോപ്പർട്ടി. ഒരു ഹാഫ് ലൈറ്റ് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യും, ഈ റേ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫിഗർ റെപ്രസെന്റ്സ് ദി ആക്ഷൻ ഓഫ് നിക്കോൾ പ്രിസം. നമ്മൾ ആ താഴെ കണ്ട പടം. AG is the Canepa Basin layer when a ray OP parallel to the length of the prism is incident on an interface. At interface, it is split up into
it is split up into O and E rays. The refractive index of calcite for E ray is 1. O ray is 1.658 and that for gallium is 1.55. Hence the O ray passes from a denser to a rarer medium. It is incident on the gallium layer at an angle greater than the critical angle and hence totally and internally reflected sideways. Side-like the E ray which is plane polarized gets transmitted through the prism. അപ്പോൾ ഈ ഇറയ്ക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ അത് റയററ്റ് ഡെൻസറായതുകൊണ്ട് അത് പുറത്തേക്ക് നമുക്ക് കിട്ടും. അങ്ങനെ പ്ലെയിൻ പോളസിന് കിട്ടും. ഓറയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ച് നമ്മൾ സൈഡിലേക്ക് കളയുന്നത്. അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഡെൻസിറ്റി റയർ സഞ്ചരിക്കുമ്പോഴേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ നിക്കോള പ്രിസത്തിൽ ഓറെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മൂലമാണ്. അതിൻ്റെ കാരണം ഈ ഓറയ്ക്കും ഈറയ്ക്കും കാൽസൈറ്റ് വ്യത്യസ്തമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 3 പാർട്ടായില്ലേ. ഇനി 4ാമത്തെ പാർട്ട് പാരലൽ ക്രോസ്ഡ് നിക്കോൾസ് ആണ്, അല്ലെങ്കിൽ നിക്കോൾ പ്രിസമാസ് അനലൈസർ. ആ പാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചിരിക്കുക. കാരണം എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ നെഗ്ഗായിട്ട് തോന്നും, എഴുതിയെടുക്കാനുള്ള സമയം എടുക്കും. അപ്പോൾ അടുത്ത ഇപ്പോൾ ഈ 4th പോയിന്റും പിന്നെ അതിൻ്റെ കൂടെ നിക്കോൾസിൻ്റെ കൂടെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസായിട്ടാണ് അടുത്ത ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയുള്ളൂ. ഇനി ബാക്കി ഈ നിക്കോളിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.